നമസ്കാരം. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു റീടച്ചിങ് ചെയ്യുന്ന സിമ്പിളായ രീതി, പഴകി പൊളിഞ്ഞ ഫോട്ടോസൊക്കെ റീടച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് നോക്കുന്നത്. ഇത് സാധാരണ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ള വീഡിയോയാണ്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ പോലെ തന്നെ കൂടുതലായിട്ട് റീടച്ചിങ്ങിലൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇത് സിമ്പിളായി ആദ്യമായി ഫോട്ടോഷോപ്പ് പഠിക്കാൻ വരുന്ന ആളുകളുടെ റീടച്ചിങ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇന്ന് കാണിക്കുവാൻ പോകുന്നത്. നമ്മൾ അതിനുവേണ്ടി ആദ്യം ഫോട്ടോഷോപ്പിൽ ഒരു പഴകിയ ഫോട്ടോ, നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഫോട്ടോ ഏതെങ്കിലുമാണ് എടുക്കേണ്ടത്. കാരണം ഇത്തരം ഫോട്ടോകൾ റീടച്ച് ചെയ്യേണ്ടി വരുന്നത് പിന്നീട് അത്തരം ഫോട്ടോസ് കിട്ടുവാൻ സാധ്യതയില്ലാത്ത ഫോട്ടോകളാണ്. ഇപ്പം മരിച്ചു പോയിട്ടുള്ള ആളുകളുടെയോ മറ്റോ ഫോട്ടോയൊക്കെ ആണെങ്കിൽ അത് പിന്നീട് കിട്ടാൻ സാധ്യതയില്ല. മറ്റു നല്ല ഫോട്ടോയൊക്കെ ഇല്ലാതെ വരുന്ന അവസരങ്ങളിൽ ആ ഫോട്ടോ തന്നെ റീടച്ച് ചെയ്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരമൊരു ഫോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ നമുക്കതിനെ ഒന്ന് റീടച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ ഇത്തരം ഒരു ഫോട്ടോയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇതൊരു പഴകി പൊളിഞ്ഞു പോയിട്ടുള്ള ഫോട്ടോയാണ്. ഇതിനെ നമ്മളൊന്ന് ഇതിൻ്റെ സൈസ് എത്രയാണ് വേണ്ടതെന്ന് അറിയണം. അപ്പോൾ അവർക്ക് ഫ്രെയിം ചെയ്യുവാൻ വലിയ ഫ്രെയിമിൽ സൈസ് ചെയ്ത് വെക്കേണ്ട ഫോട്ടോ ഏതാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. 12x15 എന്നോ അല്ലെ 12x18 അങ്ങനെ ഏതെങ്കിലും പല സൈസുകളുണ്ട്. നമുക്കിവിടെ 12x18 എന്നൊരു സൈസ് എടുക്കാം. 12 ഇഞ്ച് 18 ഇഞ്ച് എന്നുള്ള ഒരു സൈസ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. റെസൊല്യൂഷൻ 300. കളർ മോഡ് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ ആണെങ്കിൽ RGB തന്നെയാണ് വെക്കേണ്ടത്. ബാക്കി മറ്റേതെങ്കിലും ലേസർ പ്രിൻ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് CMYKയാണ് കൊടുക്കേണ്ടത്. റീടച്ച് എന്ന പേര് കൊടുത്തുകൊണ്ട് ഞാൻ ആ ക്യാൻവാസ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ പഴകിയ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഇമേജ് സൈസ് നമുക്ക് ഇമേജ് സൈസ് നോക്കാം. അതിൻ്റെ 4 സെൻറ്റിമീറ്ററോ മറ്റോ സൈസുള്ളൂ. അതിനെ തൽക്കാലം നമ്മൾ ഇഞ്ചസ് ആക്കിയ ശേഷം അതിനെ ഞാനൊരു 10 ഇഞ്ച് സൈസിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കതിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി വലിപ്പം കിട്ടും. എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് കളയാം. ഇനി ഇതിനെ നമ്മൾ Ctrl T കൊടുത്തിട്ട് അതിനെ വലിച്ച് വലുതാക്കി വയ്ക്കാം. ഇങ്ങനെ ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത്, നമ്മളിതിനെ സേവ് ആസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു പാച്ച് ടൂൾ, നമ്മുടെ ഈ 4ാമത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടൂളായ ഹീലിംഗ് ബ്രഷിൻ്റെ ഒപ്പം കിടക്കുന്ന പാച്ച് ടൂൾ എടുത്തിട്ട് ഈ സ്ക്രാച്ചുകൾ വീണ ഭാഗങ്ങളെ ഇങ്ങനെ വട്ടം ചുറ്റി വരച്ച ശേഷം അതിനെ ഡ്രാഗ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും സൈഡിലേക്ക് വെക്കുമ്പോൾ അവിടുത്തെ കളർ ഇതിലേക്ക് അങ്ങ് ഫില്ലായി അവിടെ നല്ല ക്ലീനായി വരുന്നത് കാണാം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഭാഗങ്ങൾ, കണ്ണ്, മൂക്ക് ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഷേപ്പുകളൊക്കെ മാറിപ്പോകാത്ത രീതിയിൽ വേണം ഇത് ചെയ്ത് കൊടുക്കുവാൻ. ഇങ്ങനെ ഇതിൻ്റെ ഫോട്ടോയുടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് ഉപയോഗിച്ച് നമുക്ക് ആ ഫോട്ടോനെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഇതിന് കളയാം. ബാക്ക്ഗ്രൗണ്ട് അത്ര വൃത്തിയുള്ളതല്ലാത്തത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഇതിനെ വേർപെടുത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ച് ഈ ഫോട്ടോ കട്ട് ചെയ്തെടുക്കുകയാണ്.
ഈ ഭാഗത്ത് വലിയ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് അവിടെ ഏകദേശം ഊഹം വെച്ച് നമ്മൾ അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എവിടെയാണ് അതിൻ്റെ എഡ്ജ് നമുക്ക് അറിയാൻ കഴിയുന്നില്ല എങ്കിലും അതൊരു ഊഹത്തിലൂടെ നമ്മൾ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ലാസ്റ്റ് കൊണ്ട് ജോയിൻ ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് സെലക്ഷൻ, ഫെദർ റേഡിയസ് 2, ഓക്കെ കൊടുത്തു. അതിന് കൺട്രോൾ ജെ അടിച്ചാൽ നമുക്ക് അതിൻ്റെ കോപ്പി കിട്ടും. കൺട്രോൾ ജെ അടിക്കുന്നു. ശേഷം ഇത് വേറൊരു കോപ്പിയായി. ഇനി താഴത്തെ ലെയറിന് നമുക്ക് കളയാം. ഇതിൻ്റെ സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടും. അതിനുശേഷം ഈ ഭാഗം നമ്മളെ ആ പൊളിഞ്ഞു പോയിരിക്കുന്ന ഭാഗത്തൂടെ ലെയർ വന്നിട്ടുണ്ട്, സെലക്ഷൻ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. അതെടുത്തിട്ട് ഇതിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഈ കളറിനെ നമുക്ക് ഇങ്ങോട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ കളറുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആൾട്ടിൽ നിന്ന് പിടിവിട്ട ശേഷം ഇവിടെ കൊണ്ട് അതിനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആ കളർ ഫില്ലായി വരുന്നത് കാണാം. അത് വീണ്ടും വീണ്ടും വേണം നമുക്ക് ഇങ്ങനെ ആൾട്ട് പ്രസ് ചെയ്ത് പിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ പുറകോട്ട് വരുന്തോറും നമ്മുടെ മുടിയുടെ ഭാഗമാണ്. ആ ഭാഗവും ഇങ്ങനെ മുടിയെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ഈ എറേസർ ടൂൾ എടുത്തുകൊണ്ട് അതിനെ അല്പം ചെറുതാക്കി വേണമെങ്കിൽ ആവശ്യമില്ല അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ഇറേസ് ചെയ്ത് കളയാനൊക്കെ പറ്റും. എവിടെയെങ്കിലും ഇറേസ് ചെയ്ത് കളയേണ്ട ഭാഗമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ എവിടെയെങ്കിലും ഇറേസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയ ശേഷം അവിടെയൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. അതിന് പുതിയൊരു ലെയർ ഇവിടെ ഓപ്പൺ ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഒരു കളർ കൊടുക്കാം. നമുക്കിപ്പം ഒരു ബ്ലൂ ടോൺ കൊടുക്കുകയാണെങ്കിൽ തൽക്കാലം ബ്ലൂ ടോൺ, പിന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അതിന് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വെക്കണം ഫോട്ടോ മേലെ. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ ഫേസ് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേരിയേഷൻ ഓപ്പൺ ആയി വരും. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന പിക്ചറിനെ കളർ ആക്കി മാറ്റാൻ പറ്റും. ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ കറണ്ട് പിക്ക്, ഒറിജിനലും ഒക്കെ കിടപ്പുണ്ട്. ഇത് നമ്മൾ യെല്ലോ കൂടുതൽ വേണമെങ്കിൽ യെല്ലോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. റെഡ് വേണമെങ്കിൽ റെഡ് കൂട്ടി കൊടുക്കാം, മജന്ത വേണമെങ്കിൽ മജന്ത മാറ്റി കൊടുക്കാം. അങ്ങനെ വീണ്ടും നമുക്ക് ഒറിജിനലിലേക്ക് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ശേഷം ഓക്കെ കൊടുത്താൽ കളർ ടോണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കും. ഫേസിന് കുറച്ചുകൂടെ കളറൊക്കെ വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ നമ്മുടെ ലാസോ ടൂൾ എടുത്ത് ഇതിനെ വേറെ ഡ്രസ്സ് നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് പെൻ ടൂൾ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ഫെദർ റേഡിയസ് ഒരു 10 കൊടുക്കുന്നു. അതിനുശേഷം ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ്, അതല്ല, ഇമേജ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ കളർ ബാലൻസിൽ പോയിട്ട് നോക്കുക. അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ എൻ്റെ കളറിനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കിടക്കുന്ന ലെയർ സെലക്ഷൻ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സെലക്റ്റിൽ പോയിട്ട് സേവ് സെലക്ഷൻ കൊടുത്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും പേര് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഡ്രസ്സ് എന്ന് വേണം പേര് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഈ ലെയർ എപ്പോഴേലും നമ്മൾ കളഞ്ഞു എന്ന് വിചാരിക്കുക. കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ സെലക്ഷൻ അതേപടി വേണമെന്ന് തോന്നിയാൽ ലെയറിൽ പോയിട്ട് സെലക്റ്റിൽ പോയിട്ട് ലോഡ് സെലക്ഷൻ കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഡ്രസ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ഷൻ തിരികെ വരും. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഹെയറുകളിൽ മുടി ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതും
പെൻ ടൂൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ലാസോ ടൂൾ വെച്ചിട്ടോ ഒക്കെ സെലക്ട് ചെയ്യാം. ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്ന ടൂൾ ഉപയോഗിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫെദർ ടൂൾ. ഇനി ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളതിൻ്റെ ലെവൽസ് ഒന്ന് കൂട്ടുകയാണ്. ലെവൽസ് കൊടുത്ത് അതല്പം കൂട്ടി ഇവിടെ നിങ്ങോട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ മുടിക്ക് കുറച്ചുകൂടെ കളർ വരും. അതുപോലെ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ അധികം ടൂളുകളുണ്ട്. ഇതെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പം കളർ ബാലൻസിനോ അല്ലെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുന്നതിനോ ഒക്കെ ഉപയോഗിക്കാവുന്ന. ആ സെലക്ഷനെ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഹെയർ എന്ന് പേരിട്ടുകൊണ്ട് അത് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ പുരികക്കൊടി ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് അല്പം കൂടി കളർ കൂട്ടിക്കൊണ്ടുവരാം. പുരികം ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അടുത്ത പുരികവും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഒരുമിച്ച് രണ്ടോടെ സെലക്ട് ചെയ്യേണ്ട കേസ് വരുമ്പോൾ മാത്രം ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതിയാകും. അതുപോലെ കണ്ണിൻ്റെ ഭാഗവും ഒക്കെ അതുപോലെ ചുണ്ടിൻ്റെ ഭാഗം മേൽചുണ്ടും കീഴ്ചുണ്ടും വേറെ വേറെ സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ ഒരു അല്പം വേണേൽ നമുക്ക് അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം അതിന് കുറച്ചുകൂടെ കളറായി. അതിന് ശേഷം ഇതിനെ നമ്മൾ 4 സൈഡിലും മാസ്ക് അല്ല മൗണ്ട് ചെയ്യുന്ന രീതി ഫോട്ടോ എടുക്കുന്നു. സൈഡിൽ കുറച്ച് സ്പേസ് കൊടുക്കും. അതിന് വേണമെങ്കിൽ നമുക്കൊരു ഇഞ്ചസിൽ കൊടുക്കാം. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഒക്കെ സൈഡിൽ ഇങ്ങനെ വെക്കാറുണ്ട്. അത് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കിക്കൊണ്ടൊക്കെ ചെയ്യാം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഇത്രയൊക്കെയാണ് അത് കൊടുക്കാറുള്ളത്. ഇവിടെയും നമുക്ക് കൊടുക്കാം. ഇനി ഇതിൻ്റെ നമ്മൾ ഗൈഡ് ലൈൻ വെച്ച സൈസിലേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അതിലേക്ക് മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് പിക്ചറിനെ അതിൻ്റെ എഡ്ജിലേക്ക് കറക്റ്റായി കയറ്റി വെച്ച് ഇനി മറ്റൊരു ന്യൂ ലെയർ എടുത്ത ശേഷം അതിലേക്ക് ഒരു യെല്ലോ കളർ, അതായത് ഒരു 15% യെല്ലോ ഒക്കെ വരുന്ന രീതിയിലുള്ള കളർ മതിയാകും. തീരെ ലൈറ്റായിട്ട് കളർ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. അതിന് നമ്മൾ ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലായി വരുന്ന രീതി കൊടുത്ത ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഈ ബ്ലൂ കളറിനെ വേണമെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കാം. അതിനുവേണ്ടി സ്ട്രോക്ക് അപ്ലൈ ചെയ്താൽ മതി. ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് അത് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്. അതിൻ്റെ സൈസ് കൂട്ടുക. അതിൻ്റെ കളർ നമുക്ക് മാറ്റി വേണമെങ്കിൽ ബ്ലാക്ക് ഒക്കെ ആക്കാം. ബ്ലാക്കോ ഏതാണെന്ന് വെച്ചാൽ ആ ഫോട്ടോയ്ക്ക് ചേരുന്ന കളർ ഏതാണെന്ന് ചെയ്യുക. അതിൻ്റെ ഔട്ട്സൈഡ് മാറ്റി ഇൻസൈഡ് ആക്കുക പൊസിഷൻ. അതിന് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് വലുതാക്കുക. എത്ര വലുപ്പം വേണോ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഈ ഫോട്ടോയുടെ കോർണറിൽ ഒരല്പം ഭാഗം
അകത്തേക്ക് കയറാനുണ്ട്. അത് വേണമെങ്കിൽ അങ്ങ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ ആ സ്ട്രോക്കിൻ്റെ സൈസിൽ സെലക്ട് ചെയ്യുക, അതിനെ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ താഴെയും ഉണ്ട് ഇതുപോലൊരു സ്ഥലം. ഇങ്ങനെ ഏകദേശം നമുക്കൊരു ഫോട്ടോനെ ചെയ്തെടുക്കാം. ഇത് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ഈ ജോലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. കൂടുതൽ ഇതിൽ ചെയ്യുന്ന റീടച്ചിങ് ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ഷാർപ്നെസ്സും കൂടുതൽ നല്ലൊരു ഫോട്ടോയൊക്കെയായിട്ട് മാറ്റിയെടുക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.